പുറത്തെത്തിച്ച് ഇതിന്റെ വാർത്തയുടെ ഈ തട്ടിപ്പിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തിയത് റിപ്പോർട്ടറിന്റെ വാർത്താ സംഘമാണ്. അവർ വീണ്ടും ചേരുന്നു. നമുക്കൊപ്പം കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നു. പകുതി വില തട്ടിപ്പിൽ അനന്തോ കൃഷ്ണനെതിരെ കൂടുതൽ കേസുകൾ. കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെയും പ്രതി ചേർത്തു. മയിൽ, വളപട്ടണം പോലീസ് സ്റ്റേഷനുകളിലാണ് പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അർജുൻ കല്യാണി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, കണ്ണൂരിലെ കേസിലും ഇപ്പോൾ ലാലിയെ പ്രതി ചേർത്തിരിക്കുകയാണല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നലെ തന്നെ കണ്ണൂരിൽ ടൗൺ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ ലാലി വിൻസെന്റും അനന്തകൃഷ്ണനും അനന്തകുമാറും ഒക്കെ പ്രതിയായിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ കേസുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വളപട്ടണം പോലീസ് സ്റ്റേഷനിലും മയ്യിൽ സ്റ്റേഷനിലുമാണ്. മയ്യിൽ സ്റ്റേഷനിൽ 3 കേസുകളാണ് FIR ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വളപട്ടണത്ത് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 7 പ്രതികളാണ്. ഈ 4 കേസുകളിലായി 7 പ്രതികളാണുള്ളത്, അല്ലെങ്കിൽ 7 പേരാണ് FIR-ൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആ 7 പേർ ഇന്നലെ തന്നെ ടൗൺ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത അതേ രീതിയിൽ തന്നെയുള്ള കേസ് തന്നെയാണ്. അതായത് 1-ാം പ്രതി അനന്തകൃഷ്ണൻ, 2-ാം പ്രതി അനന്തകുമാർ, അതിന് തുടങ്ങി ഏറ്റവും 7-ാം പ്രതിയായിട്ടാണ് ലാലി വിൻസെന്റ് ഉൾപ്പെടെ ഈ കേസിൻ്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുള്ളത്. എന്തായാലും കുരുക്ക് കൂടുതൽ മുറുകുകയാണ്. കാരണം ഒരുപാട് പരാതികൾ എത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോഴും പറയുന്നത് ഒരുപാട് പരാതികൾ കണ്ണൂർ ജില്ലയിൽ മാത്രം ഇന്നലെ പറഞ്ഞത് 2000-ത്തിലധികം പരാതികളുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കൂടുതൽ പേരും പരാതികളായി എത്തിയിട്ടുണ്ട്. ഏകദേശം 2500-ലേക്ക് എത്തും ഈ പരാതികളുടെ എണ്ണം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അത്രയും പരാതികൾ ഈ പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തിയാൽ ഇത്രയും FIR-കൾ രജിസ്റ്റർ ചെയ്യുന്നത് ഒരു ഭഗീരഥ പ്രയത്നമായിരിക്കും. അതുകൊണ്ട് ഒരു കേന്ദ്രീകൃതമായി ഈ ഒരു ബ്ലോക്കിൻ്റെ കീഴിലുള്ള എല്ലാ പരാതികളും കൂടി ഒരാൾ പരാതിപ്പെടുക, അതിൻ്റെ ഭാഗമായി കുറ്റപത്രത്തിൻ്റെ ഭാഗമായി എല്ലാവരുടെയും മൊഴികളും കാര്യങ്ങളും രേഖപ്പെടുത്തുക എന്നുള്ളൊരു സമീപനത്തിലേക്കാണ് പോലീസ് പോകുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് കടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ കൂടുതൽ വിദഗ്ധമായിട്ടുള്ള ചില ഒരു പ്രത്യേക സംഘമൊക്കെ രൂപീകരിച്ച് അങ്ങനെ അന്വേഷണം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് പരാതികൾ ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധ്യതയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും അനന്തകൃഷ്ണനെതിരെ കണ്ണൂരിൽ ഇപ്പോൾ കൂടുതൽ കേസുകൾ വന്നിരിക്കുകയാണ്. പ്രധാനമായും വളപട്ടണം അതുപോലെ തന്നെ മയ്യിൽ സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കേസിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. 7-ാം പ്രതിയാണ് ലാലി വിൻസെന്റ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വീണ്ടും മറ്റു കേസിലും ലാലി വിൻസെന്റ് പ്രതിയാവുന്നു. അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ 2000-ത്തിലധികം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.